നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. തൃശൂർ കൈപ്പറമ്പിൽ മദ്യപിച്ചെത്തിയ മകൻ അമ്മയെ വെട്ടിക്കൊന്നു. എടക്കളത്തൂർ സ്വദേശിനിയായ ചന്ദ്രമതിയാണ് കൊല്ലപ്പെട്ടത്. മകൻ സന്തോഷിനെ പേരാമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ കോർപ്പറേഷനിൽ 56 കോടിയുടെ അമൃത് കുടിവെള്ള പദ്ധതിയെപ്പറ്റി ഉയർന്ന അഴിമതി ആരോപണം കേന്ദ്ര സമിതി അന്വേഷിക്കും. BJP നൽകിയ പരാതിയിലാണ് അന്വേഷണം. അഴിമതി ആരോപണം തൃശൂർ മേയർ തള്ളി. വെള്ളാങ്ങല്ലൂർ ഹെൽത്ത് സെന്റർ OP സമയം വർദ്ധിപ്പിക്കുന്നു. കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സാ സമയം വൈകിട്ട് 6 മണി വരെ ദീർഘിപ്പിച്ചു. പഞ്ചായത്ത് ഡോക്ടറെയും സ്റ്റാഫിനെയും അപ്പോയിന്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. തൃശൂർ കൈപ്പറമ്പിൽ അമ്മയെ മകൻ വെട്ടിക്കൊന്നു. എടക്കളത്തൂർ സ്വദേശിനിയായ ചന്ദ്രമതിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ മകൻ സന്തോഷിനെ പേരാമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യപിച്ചെത്തിയ മകൻ വെട്ടുകത്തികൊണ്ട് അമ്മയെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. പരിക്കേറ്റ ചന്ദ്രമതിയെ ഉടൻ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് മരിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. തൃശൂർ കോർപ്പറേഷനിൽ നടപ്പാക്കുന്ന 56 കോടിയുടെ അമൃത് കുടിവെള്ള പദ്ധതിയെപ്പറ്റി ഉയർന്ന അഴിമതി ആരോപണം കേന്ദ്ര സമിതി അന്വേഷിക്കും. BJP നൽകിയ പരാതിയിലാണ് അന്വേഷണം. അഴിമതി ആരോപണം തൃശൂർ മേയർ തള്ളിയിട്ടുണ്ട്. തൃശൂർ കോർപ്പറേഷനിലേക്ക് 800 mm പൈപ്പ് സ്ഥാപിച്ച് പീച്ചിൽ നിന്ന് തേക്കൻകാട് മൈതാനം വരെ കുടിവെള്ളം എത്തിക്കുന്ന അമൃത് പദ്ധതിയിൽ 20 കോടിയുടെ ക്രമക്കേടുണ്ടെന്ന ആരോപണം ഉയർത്തിയത് മുൻ കോർപ്പറേഷൻ സെക്രട്ടറിയായിരുന്നു. പദ്ധതിയുടെ പൈപ്പ് വാങ്ങുന്നതിനുൾപ്പെടെയുള്ള ആദ്യഘട്ടത്തിൽ 20 കോടിയുടെ വ്യാജ ബിൽ തയ്യാറാക്കിയെന്നായിരുന്നു കോർപ്പറേഷൻ സെക്രട്ടറി ആയിരുന്ന R. രാഹേഷ് കുമാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്തത്. സംഭവം വിവാദമായതിനു പിന്നാലെയാണ് BJP പരാതിയുമായി കേന്ദ്ര സർക്കാരിനെ സമീപിച്ചത്. മുൻ സെക്രട്ടറി ഉന്നയിച്ച ആരോപണം തള്ളിയ തൃശൂർ മേയർ ഏത് അന്വേഷണവും സ്വാഗതം ചെയ്യുന്നതായി അറിയിച്ചു. പീച്ച് മുതൽ തേക്കിൻകാട് വരെ 18 കിലോമീറ്ററിലാണ് പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത്. 11 കിലോമീറ്ററിൽ ഇതിനോടകം പണി പൂർത്തിയായി. 2.5 കിലോമീറ്ററിലധികം വെള്ളം വിട്ട് മർദ്ദം പരിശോധിച്ചു. അവശേഷിക്കുന്ന പണികൾ മാർച്ചിന് മുമ്പ് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ജല അതോറിറ്റിയുടെ സഹകരണത്തോടെ കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ പദ്ധതി വൈകിപ്പിക്കാനാണെന്ന ആക്ഷേപവും ഭരണപക്ഷത്തിനുണ്ട്. മീഡിയ ടൈം തൃശൂർ. വെള്ളാങ്ങല്ലൂർ ഹെൽത്ത് സെന്റർ OP സമയം വർദ്ധിപ്പിക്കുന്നു. വെള്ളാങ്ങല്ലൂർ കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സാ സമയം വൈകിട്ട് 6 മണി വരെ ദീർഘിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി പഞ്ചായത്ത് ഡോക്ടറെയും സ്റ്റാഫിനെയും അപ്പോയിന്റ് ചെയ്തു. വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് M മുകേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷരായ പ്രസന്ന അനിൽകുമാർ, ജിയോ ഡേവിസ്, സുജന ബാബു, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലേഖ എന്നിവർ സംസാരിച്ചു. ശബരിമല തീർത്ഥാടകർക്ക് സുഗമമായി ദർശനം നടത്തുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി നൽകാൻ സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറാക്കാത്തതിൽ പ്രതിഷേധിച്ച് SN പുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അഞ്ചങ്ങാടിയിൽ പ്രതിഷേധ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി ആൻഡോ പെരുമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ KA സിറാജ് അധ്യക്ഷത വഹിച്ചു. ഭക്തജനങ്ങളുടെ കോടിക്കണക്കിന് രൂപ വാങ്ങി ദൂർത്തടിക്കാതെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ദർശനം സാധ്യമാക്കാൻ ദേവസ്വം ബോർഡും സർക്കാരും തയ്യാറാകണമെന്ന് ആൻഡോ പെരുമ്പിള്ളി ആവശ്യപ്പെട്ടു. അതിന് തയ്യാറില്ലെങ്കിൽ ജനങ്ങളുടെ വൻ പ്രതിഷേധ സമരം നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇളം കൈകളിൽ കടിഞ്ഞാൺ ഭദ്രം. കുഞ്ഞൈഷയുടെ കുതിരസവാരി വൈറലാകുകയാണ്. 5 വയസ്സുകാരി ഐഷ തൻഹയുടെ ഉറ്റ ചങ്ങാതിയാണ് 4.5 വയസ്സുകാരി ഹൈറ എന്ന കുതിര. ഐഷയുടെ കുതിരസവാരിയും അവളുടെ കടിഞ്ഞാൺ നിയന്ത്രണത്തിൽ അനുസരണയോടെ നടക്കുന്ന ഹൈറയും നാട്ടുകാർക്ക് കൗതുക കാഴ്ചയായി മാറുകയാണ്. ഐഷ തൻഹ എന്ന വിദ്യാർത്ഥിനിയുടെ സ്കൂളിലേക്കുള്ള യാത്ര കുതിരപ്പുറത്താണ്. അഴീക്കോട് പുത്തൻപള്ളി ബീച്ച് റോഡിലുള്ള വീട്ടിൽ നിന്നും
ഗവൺമെൻറ് UP സ്കൂളിലേക്ക് മിക്ക ദിവസങ്ങളിലും സ്വന്തം കുതിരപ്പുറത്താണ് ഈ UKG വിദ്യാർത്ഥിനി സവാരി നടത്തുന്നത്. 5 വയസ്സുകാരി ഐഷ തൻഹയുടെ ഉറ്റ ചങ്ങാതിയാണ് 4.5 വയസ്സുകാരി ഹൈറ എന്ന കുതിര. 3 മാസം പ്രായമുള്ളപ്പോഴാണ് ഐഷ ആദ്യമായി കുതിരപ്പുറത്ത് കയറിയത്. കുതിരക്കമ്പക്കാരനായ വാപ്പ താഹിർ അഴീക്കോടാണ് ഐഷയെ കുതിര സവാരി പഠിപ്പിച്ചത്. കുഞ്ഞായിരിക്കുമ്പോൾ മുതൽക്കേ കുതിരയുമായി ഇണങ്ങിയ ഐഷ ഇപ്പോൾ യാതൊരു പേടിയുമില്ലാതെ ഹൈറയെ നിയന്ത്രിച്ച് സവാരി നടത്തുന്നുണ്ട്. വാഹനത്തിരക്കേറിയ റോഡിലൂടെ ഐഷ സവാരി നടത്തുമ്പോൾ താഹിറും കൂടെ ഉണ്ടാകും. 10 വർഷത്തിലധികമായി താഹിർ കുതിരയെ വളർത്തുന്നുണ്ട്. നിലവിൽ ഹൈറയും ഹൈറയുടെ കുഞ്ഞ് റാംബോയും ഉൾപ്പെടെ 3 കുതിരകൾ താഹിറിൻ്റെ പക്കലുണ്ട്. വൈകാതെ കുതിര സവാരി പരിശീലനം ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് താഹിർ. തീരമേഖലയിലെ സ്നേക്ക് റെസ്ക്യൂ പ്രവർത്തകൻ കൂടിയാണ് താഹിർ. 5 വയസ്സുകാരി ഐഷയുടെ കുതിര സവാരിയും അവളുടെ കടിഞ്ഞാൺ നിയന്ത്രണത്തിൽ അനുസരണയോടെ നടക്കുന്ന ഹൈറയും നാട്ടുകാർക്ക് കൗതുക കാഴ്ചയായി മാറുകയാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മാള കാർമൽ കോളേജിൽ ഒരിക്കൽ കൂടി എന്ന പേരിൽ 1978-80 PDC ബാച്ചിന്റെ റീയൂണിയൻ നടന്നു. ഡോക്ടർ സിസ്റ്റർ സീന ഉദ്ഘാടനം ചെയ്തു. സുബൈദ അധ്യക്ഷത വഹിച്ചു. കൺവീനർമാരായ ഫാത്തിമ ബീവി, VR ലിസി എന്നിവർ നേതൃത്വം നൽകി. നൈന, സെൽഫി, ആര്യ റോസ്, വർക്കി, ഗ്രേസി, ഷെയ്മി, മേഴ്സി എന്നിവർ പങ്കെടുത്തു. അന്നത്തെ അധ്യാപകരായിരുന്ന രാജി, ശാന്ത, ബാച്ചിലെ വിദ്യാർത്ഥിയായ MA ഇക്കണോമിക്സിൽ റാങ്ക് നേടിയ ഹലീമ ബീവി എന്നിവരെ ആദരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഇസാഫ് കോപ്പറേറ്റീവ്, ഗുരുധർമ്മം മിഷൻ ആശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ അഷ്ടമിച്ചിറയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സൊസൈറ്റി ഹാളിൽ നടന്ന ക്യാമ്പിൽ ജനറൽ, ഓർത്തോ, ബ്ലഡ് ഷുഗർ, ബ്ലഡ് പ്രഷർ, പൾസ് സാച്ചുറേഷൻ വിഭാഗങ്ങളിൽ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു. നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിയുടെ ലഹരി ഉപേക്ഷിക്കൂ, ജീവിത ലഹരി ആസ്വദിക്കൂ എന്ന സന്ദേശവുമായി തെരുവ് നാടകം അവതരിപ്പിച്ചു. കാരിത്താസ് ഇന്ത്യയുടെ സജീവം ആന്റിഗ്രിഡ് ക്യാമ്പയിന്റെ ഭാഗമായാണ് കിഡ്സിലെ ഇന്റേൺഷിപ്പ് കുട്ടികൾ കൊടുങ്ങല്ലൂരിൽ തെരുവ് നാടകം അവതരിപ്പിച്ചത്. കൊടുങ്ങല്ലൂർ എക്സൈസ് ഇൻസ്പെക്ടർ ഷംനാഥ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. കാരിത്താസിന്റെ പ്രതിനിധിയായ അബീഷ്, സിസ്റ്റർ ഷൈനിമോൾ എന്നിവർ സംസാരിച്ചു. തന്റെ സന്ദേശങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണ പരിപാടികൾ ആരംഭിച്ചു. ചരിത്രത്തിലെ ആദ്യത്തെ ബോധവൽക്കരണ പരിപാടി നടത്തിയത് ഗൗതം ബുദ്ധനാണ്. അപ്പോൾ അദ്ദേഹം തൻ്റെ പ്രഭാഷണങ്ങളിലൂടെയാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചത്. പക്ഷേ ആധുനിക കാലത്ത് നമ്മൾക്ക് ഈ ലഹരിക്കെതിരെയുള്ള പ്രചരണ പരിപാടികൾ നടത്തുന്നതിന് വേണ്ടിയുള്ള പുതിയ രീതിയിലുള്ള പുതിയ കാലത്തെ മാറ്റങ്ങളാണ് നമ്മൾ ഈ ഫ്ലാഷ് മോബിലൂടെയും തെരുവ് നാടകങ്ങളിലൂടെയും അവതരിപ്പിച്ചത്.
പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. തൃശൂർ കൈപ്പറമ്പിൽ മദ്യപിച്ചെത്തിയ മകൻ അമ്മയെ വെട്ടിക്കൊന്നു. എടക്കളത്തൂർ സ്വദേശിനിയായ ചന്ദ്രമതിയാണ് കൊല്ലപ്പെട്ടത്. മകൻ സന്തോഷിനെ പേരാമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ കോർപ്പറേഷനിൽ 56 കോടിയുടെ അമൃത് കുടിവെള്ള പദ്ധതിയെപ്പറ്റി ഉയർന്ന അഴിമതി ആരോപണം കേന്ദ്ര സമിതി അന്വേഷിക്കും. BJP നൽകിയ പരാതിയിലാണ് അന്വേഷണം. അഴിമതി ആരോപണം തൃശൂർ മേയർ തള്ളി. വെള്ളാങ്ങല്ലൂർ ഹെൽത്ത് സെന്റർ OP സമയം വർദ്ധിപ്പിക്കുന്നു. കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സാ സമയം വൈകിട്ട് 6 മണി വരെ ദീർഘിപ്പിച്ചു. പഞ്ചായത്ത് ഡോക്ടറെയും സ്റ്റാഫിനെയും അപ്പോയിന്റ് ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.